ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലും വിവിധ സർക്കാർ കോളേജുകളിലും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പ്രോജക്റ്റ് അസോസിയേറ്റ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 32,000 രൂപയാണ് ലഭിക്കുക. കൂടാതെ റിസർച്ചിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ നടക്കുന്നത് 4/9/2024 രാവിലെ 11 മണിക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 10:30 അപ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഏജ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും കോപ്പീസും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷ കാലയളവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അസിസ്റ്റന്റ് കുക്ക് തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 2 ഒഴിവും അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്ക് 1 ഒഴിവുമാണ് വന്നിരിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിലുള്ള ഡിപ്ലോമയോ PG ഡിപ്ലോമയോ പാസ്സായിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിങ്ങിലുള്ള 6 മാസത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്തത് അസിസ്റ്റന്റ് കുക്ക് തസ്തികയിലേക്ക് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റോ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായിട്ടുള്ള കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 18-നും 36 വയസ്സിനും ഇടയിലാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. 1 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. പ്രതിദിന വേതനം 675 രൂപയാണ് ലഭിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോഡ്ജറ്റി കോംപ്ലക്സ്, എറണാകുളം 682011 എന്ന മെയിൽ വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികളും സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9/9/2024 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ലെക്ചറർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. AICTE മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബയോഡേറ്റ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാവണം. തുടർന്ന് എഴുത്തു പരീക്ഷയും കൂടിക്കാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ ചേളാരിയിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി AKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 1-ാം ക്ലാസ്സോടെയുള്ള BTech ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ വെൽഡിംഗ്, ട്രേഡ്സ്മാൻ കാർപ്പൻട്രി തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമയാണ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ആഗസ്റ്റ് 29 രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ ഗവൺമെന്റ്
പോളിടെക്നിക് കോളേജിൽ ഹാജരാവണം. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.